പട്ടാമ്പിയെ ഇന്ത്യയിലെ ആദ്യത്തെ വൈജ്ഞാനിക മണ്ഡലമാക്കി മാറ്റുന്ന പദ്ധതിയുടെ പഠന റിപ്പോർട്ട് സമർപ്പിച്ചു. NIT, CET എന്നിവയിലെ വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പഠനം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയത്. വികസന പദ്ധതി വിശദീകരണവും അഭിപ്രായം ശേഖരിക്കലും നടന്നു. പട്ടാമ്പിയെ ഇന്ത്യയിലെ ആദ്യത്തെ വൈജ്ഞാനിക മണ്ഡലമാക്കി മാറ്റാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് കില, കോഴിക്കോട് NIT, തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നിവയുടെ സഹകരണത്തോടെ പട്ടാമ്പി മണ്ഡലത്തിലെ എല്ലാ മേഖലയും കേന്ദ്രീകരിച്ച് വിശദ പഠനം നടത്തിയത്. ഈ സ്ഥാപനങ്ങളിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ വാർഡ് തലങ്ങൾ മുതൽ സന്ദർശനം നടത്തി തയ്യാറാക്കിയ പഠന റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA വിശദീകരണം നടത്തി. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ സാധാരണ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രം പോരാ, അതിന്റെ പുറകിൽ ഒരു വലിയ വിഷൻ വരുന്ന 20 വർഷം, 30 വർഷം, 50 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ പട്ടാമ്പി, എങ്ങനെയായിരിക്കണം പട്ടാമ്പിക്കാരുടെ ജീവിതം എന്നുള്ളത് കൂടി നമ്മൾ ആലോചിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ പ്ലാൻഡായിട്ട് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കിലയുടെ ഡോക്ടർ അജിത് കാളിയത്ത് ഉണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കിലയുടെ ഒരു പ്രവർത്തനം, ഒരു സ്റ്റഡി വായനശാലകളുമായി ബന്ധപ്പെട്ട് ലേണിംഗ് കോൺസ്റ്റൻസി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പിലാക്കി. അങ്ങനെ കില ഇടപെട്ടുകൊണ്ടാണ് നമ്മുടെ കോഴിക്കോട് NIT, നമുക്കറിയാം, സെന്റർ ഫോർ എക്സലൻസ് ആണ്, വലിയ സ്ഥാപനമാണ്, നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. ആ സ്ഥാപനത്തിലെ ഡോക്ടർ ഫിറോസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അവര് ഇവിടെ വന്ന് വളരെ കൃത്യമായി നമ്മുടെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി എന്തൊക്കെയാണ് നടത്താൻ കഴിയുന്നത്, എന്തൊക്കെ ചെയ്യണം എന്നുള്ള മിനിമം ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അത് ഗവൺമെന്റ് അപ്രൂവലോടുകൂടി ആണ് അത് നടത്തിയിട്ടുള്ളത്. അത് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. കില പ്രൊഫസർ അജിത് കാളിയത്ത്, കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ ഫിറോസ്, തിരുവനന്തപുരം CET പ്രതിനിധി ഹൃഷികേഷ്, ശ്രദ്ധ കോർഡിനേറ്റർ ഡോക്ടർ അഷ്റഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. എന്ത് സമയം തരാൻ, കരിയർ ആയിരുന്നില്ല നിന്റെ എക്സ്ക്യൂസ്. അമ്മാ, ഇപ്പോ എന്റെ ഡ്രീം കല്യാണം അല്ല അമ്മ. കേട്ടില്ലേ ഇത്? എത്ര കൂളായിട്ടാ മോള് കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്. കല്യാണം നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്ന എത്ര കുട്ടികളുണ്ട് നമ്മുടെ നാട്ടില്. ശരിയാണ്, അതിൽ ചില സ്വപ്നങ്ങളെങ്കിലും യാഥാർത്ഥ്യമാക്കലാണ് ഇനി എന്റെ ചലഞ്ച്. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം.